നമസ്കാരം. നാം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് അറിയുമ്പോൾ അത് നടന്ന സ്ഥലം എന്നുള്ള രീതിയിൽ ഒരു സ്ഥലം നമ്മളുടെ മനസ്സിൽ രൂപം കൊള്ളും. എന്നാൽ ആ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ കുറ്റകൃത്യത്തെ കുറിച്ചിട്ട് ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പാലത്തായി സ്കൂളിന്റെയും ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന്റെയും മറ്റും ഒരു സ്കെച്ച് ഞാൻ ഒരു വിശ്വാസയോഗ്യമായ കേന്ദ്രത്തിൽ നിന്നും സംഘടിപ്പിച്ചത്. അത് കണ്ടു കഴിഞ്ഞാലും പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അത്തരം ഒരു പീഡനം ഒരു പ്രവൃത്തി ദിവസത്തിൽ, അതും ഇന്റർവെൽ സമയത്ത് ആ സ്കൂളിൽ ഒരിക്കലും തന്നെ നടക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്ക് നേരെ പാലത്തായി സ്കൂളിലേക്ക് പോകാം. നിങ്ങൾ ഈ കാണുന്ന സ്കെച്ചിന്റെ മുകൾ ഭാഗമാണ് വടക്ക്, കീഴ്ഭാഗമാണ് തെക്ക്, നിങ്ങളുടെ ഇടത് ഭാഗമാണ് പടിഞ്ഞാറ്, നിങ്ങളുടെ വലതു ഭാഗമാണ് കിഴക്ക്. ഈ സ്കെച്ചിൽ ഇളം നീല കളറിൽ നിങ്ങളുടെ ഇടതുവശത്തായി കാണുന്ന കുത്തനെയുള്ള ആ ഭാഗമാണ് 3 ക്ലാസ് റൂമുകൾ. അതിൽ ഒന്നിലായിരുന്നു ഈ അതിജീവിത പഠിച്ചിരുന്നത്. അതിലേക്കുള്ള പ്രവേശനം ഈ പടിഞ്ഞാറേ വശത്തു നിന്നും ആയിരുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് അതേ കളറിൽ തന്നെ 2 ബ്ലോക്കുകൾ ഉണ്ട്. അവിടെയും 2 ക്ലാസ് റൂമുകൾ ആണ്. ആ ക്ലാസ് റൂമുകൾക്ക് വലതുവശത്തായി ഗ്രേ കളറിൽ കാണുന്നതാണ് കോയോത്തി അച്യുതൻ മാസ്റ്റർ സ്മാരക കലാമന്ദിരം. അതിന്റെ ഒരു ബോർഡും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള പ്രവേശനം കിഴക്ക് വശത്തു നിന്നും ആണ്. വിസ്തൃതിയുള്ള ഒരു വലിയ ക്ലാസ് റൂം ആണ്. അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റേജ് ക്ലാസ് റൂം എന്നും വിളിക്കാറുണ്ട്. ഈ സ്റ്റേജ് ക്ലാസ് റൂമിന്റെ വടക്ക് വശത്തായിട്ട് 2 സൈഡിലും പാളികളില്ലാത്ത 2 ജനലുകൾ ഉണ്ട്. ഈ ജനലുകൾക്ക് മധ്യമായിട്ടാണ് അവിടെ ബ്ലാക്ക് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. നാം നേരത്തെ കണ്ട അതിജീവിത പഠിച്ചിരുന്നു എന്ന് പറയുന്ന ക്ലാസ് റൂമിന്റെ വലതുവശത്തായിട്ട് തെക്ക് വടക്ക് നീളത്തിൽ നീല നിറത്തിൽ കാണുന്നതാണ് പെൺകുട്ടികളുടെ മൂത്രപ്പുര. അതിന് ഈ ക്ലാസ് റൂമിൽ നിന്നും ഉദ്ദേശം 1.5 മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. അതായത് പൊക്കമുള്ള ഒരു ആൾ അതിന് ഇടയിൽ നിന്നിട്ട് 2 വശത്തേക്കും കൈകൾ നീട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം 2 ചുവരിലും തൊടാൻ സാധിക്കുന്നതാണ്. ഈ ബാത്റൂമിന്റെ പ്രവേശനം എന്ന് പറയുന്നത് അതിന്റെ തെക്ക് കിഴക്കേ മൂലയിലുള്ള ഒരേ ഒരു പ്രവേശന കവാടം മാത്രമേ. ആ മൂത്രപ്പുരയ്ക്കകത്ത് തറയിൽ നിന്നും ആരംഭിച്ച് കുറച്ച് ചുവരിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് നാം ഈ സിനിമാ തിയേറ്ററിലൊക്കെ കാണുന്നത് പോലെ 5 കുട്ടികൾക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ തക്ക രീതിയിലുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. അത് ഏകദേശം ഒരാളിന്റെ ഈ ചെസ്റ്റിന്റെ അതുവരെ ഉള്ള ഹൈറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു സമയം 5 പെൺകുട്ടികൾക്ക് ആ ബാത്റൂം ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലേക്കുള്ള പ്രവേശനം തെക്ക് കിഴക്കേ മൂലയിൽ നിന്നും ആണ്. അപ്പോൾ 400ഓളം കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിൽ സ്വാഭാവികമായും ഇന്റർവെൽ സമയത്ത് ഈ ഏരിയയിൽ ഈ മൂത്രപ്പുരയുടെ പരിസരത്ത് വളരെ തിരക്കായിരിക്കും അനുഭവപ്പെടുക. ഇനി ഈ പെൺകുട്ടികളുടെ മൂത്രപ്പുരയുടെ വാതിലിന് നേരെ എതിർവശത്തായിട്ടും ഈ സ്റ്റേജ് ക്ലാസ് റൂമിന് പാരലായിട്ടും കാണുന്ന 6 ചെറിയ ബ്ലോക്കുകളാണ് ഈ ടീച്ചർമാരും പെൺകുട്ടികളും മുതിർന്ന പെൺകുട്ടികളും ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്. അതിൽ നിങ്ങൾ ആദ്യം കാണുന്ന ചുവന്ന നിറത്തിലുള്ള ടോയ്ലറ്റിലേക്കുള്ള പ്രവേശനം മാത്രം പടിഞ്ഞാറ് വശത്തു നിന്നും ആണ്. ബാക്കി എല്ലാ ടോയ്ലറ്റിന്റെയും പ്രവേശനം ഈ സ്റ്റേജ് ക്ലാസ് റൂമിന്റെ സൈഡിൽ നിന്നും ആണ്. അതായത് തെക്ക് നിന്നും വടക്കോട്ടേക്ക് ആണ്. ഈ പറയുന്ന ടീച്ചർമാരുടെ ടോയ്ലറ്റിന് 98 സെന്റിമീറ്റർ നീളവും 98 സെന്റിമീറ്റർ വീതിയും ആണ്. അതിന് 1.5 മീറ്റർ പൊക്കമാണ് ഉള്ളത്. അതിന്റെ ചുവരിന് മുകളിലായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് 2 കട്ടകൾ പൊക്കത്തിൽ വെച്ച് തൂണുപോലെ ഉണ്ടാക്കി അതിന് മുകളിലാണ് ഈ ആസ്ബറ്റോസ് ഷീറ്റ് പാകിയിരിക്കുന്നത്. കുട്ടികളുടെ മൂത്രപ്പുരയിലും അതുപോലെ തന്നെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ഈ ടീച്ചർമാരുടെ ടോയ്ലറ്റിന്റെ ഉൾവശത്ത് എത്രമാത്രം ഏരിയയാണ് ഉള്ളതെന്ന്. അതിനകത്ത് ഒരു ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട്. ഒരു സൈഡിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ ഒരു പൈപ്പും ഉണ്ട്. അപ്പോൾ അവിടെ കഷ്ടിച്ചൊരാൾക്ക് നിൽക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. കൂടാതെ അതിന്റെയൊക്കെ വാതിൽ എന്ന് പറയുന്നത് ഈ തകരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിരന്തരമായി വെള്ളം വീഴുന്നത് കൊണ്ട് ഇതിന്റെ അടിഭാഗമൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലും. അപ്പോൾ ഈ പെൺകുട്ടികളുടെ മൂത്രപ്പുരയ്ക്ക് അകത്തോ ടീച്ചർമാരുടെ ടോയ്ലറ്റിന് അകത്തോ പൊക്കമുള്ള ഒരാൾ നിൽക്കുകയാണ് എങ്കിൽ അയാൾക്ക് വെളിഭാഗമൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന ഒരാളിന് ഈ അകത്ത് നിൽക്കുന്ന ആളിന്റെ തലയും കാണാൻ സാധിക്കും. കൂടാതെ ഈ താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഡോറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞത് ആയതുകൊണ്ട് അതിനകത്ത് നിൽക്കുന്ന ആളിന്റെ പാദങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ പത്മരാജൻ ഏകദേശം 6 അടി പൊക്കമുള്ള മനുഷ്യനാണ് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിനകത്ത് നിൽക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തെ വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നത് ആണ്.
ടോയ്ലറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആധുനിക യുഗത്തിലെ ടോയ്ലറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ ഈ പട്ടിക്കൂടിനേക്കാളും കോഴിക്കൂടിനേക്കാളും ഒക്കെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ ടോയ്ലറ്റുകൾക്ക്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ മൂത്രപ്പുരയിൽ നിന്നുമുള്ള ദുർഗന്ധം ക്ലാസ് റൂമുകളിൽ തീർച്ചയായിട്ടും എത്തിച്ചേരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ പ്രാഥമിക കൃത്യങ്ങൾ നടത്തുന്ന ടീച്ചേഴ്സിനും കുഞ്ഞുങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. കാരണം മനുഷ്യൻ കയറാൻ അറയ്ക്കുന്ന രീതിയിലുള്ളതാണ് അവിടുത്തെ ടോയ്ലറ്റുകൾ. അപ്പോൾ നാം ചുരുക്കി പറയുകയാണ് എങ്കിൽ അവിടെ ഈ ക്ലാസുകൾ നടത്തുന്നത് ഈ ടോയ്ലറ്റിൽ തന്നെയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ ടോയ്ലറ്റിൽ നിന്നും 1.5 മീറ്റർ മാത്രം മാറിയാണ് ഈ ക്ലാസ് റൂമുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ ടീച്ചേഴ്സിനും അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും അടുത്ത വർഷത്തെ നോബൽ പ്രൈസോ അതല്ലെങ്കിൽ പുതിയതായി സഹനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നോബൽ പ്രൈസ് ഉണ്ടാക്കി ഈ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും കൊടുക്കണമെന്ന് ഞാൻ നോർവീജിയൻ നോബൽ കമ്മിറ്റിയോട് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നാം ഓർക്കേണ്ടത് പീഡനം നടന്നുവെന്ന് അതിജീവിത പറയുന്ന ഈ ഇന്റർവെൽ സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും 400ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ സമയങ്ങളിൽ അവിടെ പെൺകുട്ടികളുടെയും ടീച്ചർമാരുടെയും സാന്നിധ്യം സാധാരണഗതിയിൽ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഈ പെൺകുട്ടികളൊക്കെ തന്നെ ക്യൂവിലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ പുരുഷന്മാരായ അധ്യാപകർക്കും മറ്റും കടന്നു ചെല്ലേണ്ട ആവശ്യമേ ഉദിക്കും. ഇനി അഥവാ ഏതെങ്കിലും ഞരമ്പ് രോഗി ഉണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ സ്റ്റേജ് ക്ലാസ് റൂമിൽ പോയിട്ട് ആ പാളിയില്ലാത്ത ജനലിലൂടെ ടീച്ചർമാരും മറ്റും ടോയ്ലറ്റിലേക്ക് പോകുന്നതും ഇറങ്ങുന്നതും കണ്ട് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ അതിനും ഒരു സാധ്യതയും ഇല്ല. കാരണം 1.5 മീറ്റർ മാത്രമേ വീതിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടീച്ചർ ഈ അധ്യാപകനെയോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കാര്യം കട്ടപ്പോകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇന്റർവെൽ സമയത്ത് ഒരു പുരുഷൻ അതും പീഡനം നടത്താൻ വേണ്ടിയിട്ട് ആ ഏരിയയിലേക്ക് ചെല്ലും എന്ന് ആർക്കും തന്നെ വിശ്വസിക്കാൻ. അതിജീവിത നേരത്തെ പറഞ്ഞിരുന്നത് ഈ 1ാമത്തെ പീഡനം നടക്കുന്ന ദിവസം പത്മരാജൻ മാസ്റ്റർ ഇന്റർവെൽ സമയത്ത് ആ കുട്ടിയെ ഇതിനകത്ത് നിന്നും വായിൽ അദ്ദേഹത്തിന്റെ മുണ്ടുരിഞ്ഞ ആ കുട്ടിയുടെ വായിൽ കുത്തിക്കയറ്റിയതായിട്ടും പിന്നെ അത് പിറകിൽ നിന്നും കെട്ടിയതായിട്ടും ആ കുട്ടിയുടെ കൈകൾ ബന്ധിച്ചതായും പിന്നെ പീഡനം നടത്തിയതിനു ശേഷം അദ്ദേഹം സ്ഥലം വിട്ടതായും ആണ് പറയുന്നത്. അതിനുശേഷം ഈ അധ്യാപകൻ പോയതിനു ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അത് കൈയെയും വായിലെയും മറ്റും കെട്ടുകൾ അഴിച്ചെടുത്തതെന്നും ആ കുട്ടി പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നാം ആലോചിക്കേണ്ടത് ഈ പത്മരാജൻ മാസ്റ്റർ ഈ പീഡനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറും അണ്ടർവെയറും ഷർട്ടും ഇട്ടും കൊണ്ട് ഈ അടുത്ത ക്ലാസ്സിലേക്ക് എങ്ങനെയാണ് പോയത്, അല്ലെങ്കിൽ ആ പോക്ക് എങ്ങനെ ആയിരുന്നിരിക്കും എന്നുകൂടി നാം ആലോചിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർവ്യൂ സമയത്ത് അവിടെ പെൺകുട്ടികളുടെ ഒരു ക്യൂ തന്നെ രൂപപ്പെടും. ആ സമയം തന്നെ ഈ പത്മരാജൻ മാസ്റ്റർ ഈ ബാക്കി പെൺകുട്ടികളുടെ ഒക്കെ മൂത്രമൊഴിക്കാനുള്ള അവകാശത്തെയും തൃണപരിഗണിച്ചുകൊണ്ട് ഇതിനകത്ത് പീഡനം നടത്തി എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെയും അവിടെ ഒരു പീഡനം നടന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടിയെങ്കിലും ദൃക്സാക്ഷിയായി ഉണ്ടായിരിക്കണം. കാരണം ഈ വാതിൽ ചാരിയിട്ട്, കുറ്റിയില്ലല്ലോ, വാതിൽ ചാരിയിട്ടാണ് ഈ സംഭവം നടന്നത് എന്ന് കരുതുക. ഏതെങ്കിലും ഒരു കുട്ടി ഓടിക്കൊണ്ടുവന്നിട്ട് ഈ വാതിൽ തുറന്ന് അകത്ത് കയറി കാണുന്ന സീൻ എന്തായിരിക്കും? അങ്ങനെ ആയിരുന്നുവെങ്കിൽ അന്ന് തന്നെ പാലത്തായിൽ ഒരു വലിയ കോളിളക്കവും ഉണ്ടാകും. പിന്നീടാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ കുട്ടി പറയുന്നത് പോലെ ആ മൂത്രപ്പുര അകത്തു നിന്നും കുറ്റിയിടാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവിടെ കുറ്റിയും കൊളുത്തും ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് പത്മനാഭനെതിരെ പോക്സോ വകുപ്പ് ചാർത്താൻ കഴിയില്ല എന്ന് ഷഹീദ് IPS ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്ന്. 2020 മുതൽ പോക്സോ കേസിലെ ഇരകൾക്ക് കൗൺസിലിംഗ് നൽകുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. അതിന് പ്രകാരം ഈ കേസിലെ ഇരയ്ക്കും ട്രെയിൻഡ് കൗൺസിലേഴ്സ് കൗൺസിലിംഗ് നൽകിയിരുന്നു. ഈ ഇത്തരത്തിലുള്ള ഇരകളെ റീഹാബിലേറ്റ് ചെയ്യുന്നതിനും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും മറ്റും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൗൺസിലിംഗ് നൽകുന്നത്. എന്നാൽ ഈ കൗൺസിലേഴ്സ് നൽകുന്ന റിപ്പോർട്ട് അതിന് ഒരു തെളിവ് വാല്യൂ ഇല്ല, അതൊരു തെളിവായി സ്വീകരിക്കില്ല. എന്നാൽ മറ്റുള്ള തെളിവുകളെ ഈ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെ സ്ഥിരപ്പെടുത്തുന്നതിനും മറ്റുമായി ഇത്തരത്തിലുള്ള റിപ്പോർട്ടിലെ പരാമർശങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അത്തരത്തിൽ കൗൺസിലിംഗ് നൽകുന്ന കൗൺസിലേഴ്സിന് വേണ്ടത്ര ട്രെയിനിങ് കിട്ടിയിട്ടില്ല എങ്കിലോ ചൈൽഡ് ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിലാണ് അവർ കൗൺസിലിംഗ് നടത്തുന്നത് എങ്കിലോ അതിനെ ലീഗലി ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം ഈ കേസിലെ വിചാരണ നടന്നത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിൽ ആയിരുന്നു. അതായത് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ആയിരുന്നു വിചാരണ നടത്തിയിരുന്നത്. അങ്ങനെ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ഉള്ള കേസുകളിൽ എല്ലാം തന്നെ ഈ വിക്ടിംസിന് കൗൺസിലിംഗ് നൽകേണ്ടത് നിർബന്ധമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. അതുപോലെ തന്നെ AS ശ്രീവാസ്തവ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലും ഈ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നൽകേണ്ടത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള നിർബന്ധമായ കാര്യമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് വേഴ്സസ് സഞ്ജയ് കുമാർ എന്നുള്ള കേസിലും സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിമിന്റെ സ്വഭാവത്തിന് സ്ഥിരതയില്ലാത്ത പക്ഷം അയാൾക്കേറ്റ ഈ
മാനസികമായ ട്രോമ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം വിധി പറയാൻ എന്നാണ്. അതൊക്കെ തന്നെ ആ കേസിലെ തെളിവുകളെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നതിന് സഹായകരം ആയിരിക്കും എന്നും സുപ്രീം കോടതി പറയുകയുണ്ടായി. അപ്പോൾ ഈ വിധിന്യായങ്ങളൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ പോക്സോ പോലെയുള്ള കേസുകളിൽ വിധി പറയുന്ന അല്ലെങ്കിൽ ട്രയൽ ചെയ്യുന്ന അവസരത്തിൽ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം എത്രമാത്രം ഫലപ്രദമാണ്, എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് ഈ വിധിന്യായങ്ങൾ കാണിക്കുന്നത്. ഈ കേസിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഭാവനയിൽ ഓരോ കാര്യങ്ങൾ കണ്ട് അത് വിളിച്ചു പറയാറുണ്ട് എന്നും കള്ളം പറയാറുണ്ട് എന്നും അതുപോലെ തന്നെ ചാഞ്ചാടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ കുട്ടി എന്നും അവർ റിപ്പോർട്ട് ചെയ്യും. ഈ കേസിൽ പ്രോസിക്യൂഷൻ CMP നമ്പർ 1569/2020 ഫയൽ ചെയ്യുകയും ഈ കേസിലെ മൊഴിയെടുക്കുന്നതിനും മറ്റും അതുപോലെ തന്നെ കേസ് അന്വേഷണത്തെ സഹായിക്കുന്നതിനും മറ്റുമായിട്ട് ഒരു സീനിയർ വനിതാ IPS ഓഫീസറെ അവരുടെ സേവനം ആവശ്യമാണെന്ന് കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് കോടതി അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രീഷ്മ രമേശൻ IPS ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകുകയും ചെയ്തു. രീഷ്മ രമേശൻ ഈ കുട്ടിയുടെ മൊഴി 4 ദിവസങ്ങളിലായിട്ട് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു. ആ അവസരത്തിലാണ് ഈ കുട്ടി പറഞ്ഞത് ഈ 3ാമത്തെ പീഡന ദിവസം, അതായത് ഈ കുട്ടി ആദ്യം പറഞ്ഞത് 2/2/2020 ആണ് എന്നാണ്. ആ ദിവസം ഈ അധ്യാപകൻ ഈ കുട്ടിയെ ബൈക്കിന്റെ പുറകിലിരുത്തി ദൂരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതായിട്ടും ഓൺ ദ വേ വഴിമധ്യേ ആ കുട്ടിയെ ഏതോ ഒരു ഹോട്ടലിൽ കയറ്റി ആഹാരം വാങ്ങി നൽകിയതായിട്ടും അതിനുശേഷം ഏതോ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയതായിട്ടും അവിടെ അപ്പോൾ മണിയടിക്കുന്ന സൗണ്ട് കേട്ടതായിട്ടും അവിടെ ഒരു സന്യാസിയെ കണ്ടു എന്നും അദ്ദേഹം ഈ കുട്ടിയെ അനുഗ്രഹിച്ചു എന്നും തുടർന്നും ഈ അധ്യാപകൻ കുട്ടിയെ വീണ്ടും ദൂരെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതായിട്ടും അവിടെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലേക്കാണ് കൊണ്ടുപോയതെന്നും അവിടെ 5000 നമ്പർ ബൈക്കിൽ ഒരു വ്യക്തി വന്നിരുന്നതായും ആ വ്യക്തിയും ഈ കുട്ടിയെ പീഡിപ്പിച്ചതായിട്ടും തുടർന്ന് ഈ കുട്ടിയെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചതായും ഒക്കെ ആ കുട്ടി പറയുകയുണ്ടായി. എന്നാൽ കോടതിയിൽ വിചാരണ സമയത്ത് ഈ സാക്ഷ്യം മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഈ കുട്ടി ഇതെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. നാം ആലോചിക്കേണ്ടത് അവിടെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, എന്നിട്ടും കുട്ടി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും മൊഴി കൊടുത്തിട്ടേ ഇല്ല. അതുപോലെ തന്നെ ആദ്യ ദിവസം പോലീസിന് നൽകിയ മൊഴിയിലെ ചില ഭാഗങ്ങൾ, അതുപോലെ തന്നെ 164 സ്റ്റേറ്റ്മെന്റ് അത് മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് നൽകിയത്, അതിലെ ചില ഭാഗങ്ങൾ, തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ ചില മൊഴികളിലെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ആദ്യ പീഡന ദിവസം 2 കുട്ടികൾ അവിടെ വേസ്റ്റ് കൊണ്ടിടാൻ വേണ്ടി വന്നിരുന്നു എന്നുള്ള ഭാഗം, കൂടാതെ ഈ പീഡനം 2 പീരീഡോളം തുടർന്നു, അതായത് 1.5 മണിക്കൂറോളം ഈ പീഡനം നടത്തിക്കൊണ്ടേ ഇരുന്നു എന്നാണ് കുട്ടി ആദ്യം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പീഡനത്തിന് ശേഷം ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ ഈ യൂണിഫോം മുഴുക്കെ രക്തം പുരണ്ടു എന്ന് പറഞ്ഞത്, തനിക്ക് പൈൽസ് ഉണ്ടായിരുന്നതായിട്ടും അതുകൊണ്ട് തന്നെ 3ാം ക്ലാസ് മുതൽ പാമ്പേഴ്സ് ധരിക്കാറുണ്ടായിരുന്നു എന്നും ഈ കൗൺസിലേഴ്സിന് കൊടുത്തു. 2ാമത്തെ ദിവസത്തെ പീഡനം നടന്നത് 15/1/2020 രാവിലെയാണ് എന്ന് പറഞ്ഞത്, 1ാമത്തെ ദിവസത്തെ പീഡനത്തിന് ശേഷം പ്രതി ഈ കുട്ടിയുടെ നഗ്ന ഫോട്ടോ എടുത്ത ശേഷം അതിന്റെ ഉമ്മയ്ക്കും അതിനും അയച്ചു കൊടുത്തതായും അത് തുടർന്ന് അത് തന്റെ ഒരു കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തതായും പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ പ്രതി ഈ കുട്ടിയുടെ പേരെഴുതിയ ഒരു മോതിരം കുട്ടിക്ക് സമ്മാനിച്ചതായി പറഞ്ഞ കാര്യം, കൂടാതെ കുട്ടിയെ സന്തോഷിപ്പിക്കാനായി ഈ പത്മരാജൻ ദിവസവും രാത്രി ഈ കുട്ടിയെ ടെലിഫോണിൽ ബന്ധപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെ ആകെ 127 വൈരുദ്ധ്യങ്ങളാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ ഉണ്ടായി. ഈ കുട്ടി നേരത്തെ പറഞ്ഞ മിക്കവാറും എല്ലാം തന്നെ അവസരോചിതമായി കോടതിയിൽ നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ നാം നേരത്തെ കണ്ടു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എങ്ങനെയാണ് ഈ കൗൺസിലേഴ്സ് റിപ്പോർട്ടിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നും അത് എങ്ങനെയാണ് മറ്റു തെളിവുകളെ സ്ഥിരപ്പെടുത്തുന്നതിനായി അല്ലെങ്കിൽ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ബഹുമാനപ്പെട്ട തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് ഒരു ഡൽഹി ഹൈക്കോടതി അതിന് നമ്പറും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതിനെ ഉദ്ധരിച്ചു അതിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിനെ ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ കൗൺസിലേഴ്സ് റിപ്പോർട്ടിനെ നിർദ്ദയം തള്ളിക്കളയുകയാണ്. നമുക്കറിയാം ഈ കേസിലെ പ്രാഥമിക അന്വേഷണം നടത്തിയത് ആദ്യം ലോക്കൽ പോലീസും തുടർന്ന് ക്രൈം ബ്രാഞ്ചും ആയിരുന്നു. അതിനുശേഷം വളരെ നാടകീയമായിട്ടാണ് ഈ കേസിന്റെ അന്വേഷണം ജയരാജന്റെയും അതുപോലെ തന്നെ DYSP രത്നകുമാറിന്റെയും കൈകളിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് നമ്മൾ ഒരു രോഗിയെ ആദ്യം പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്നു, അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ നിന്നും തുടർന്ന് അതിവിദഗ്ധ ചികിത്സയ്ക്കായിട്ട് തിരികെ വീണ്ടും പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിലും സംഭവിച്ചത്. ഇവിടെ രത്നകുമാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കുട്ടി പറഞ്ഞ കൃത്യസ്ഥലമായ കുട്ടികളുടെ മൂത്രപ്പുരയെ മാറ്റി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ മൂത്രപ്പുര, അതിനെയാണ് ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം അതിനകത്ത് കുറ്റിയും കൊളുത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുറ്റിയും കൊളുത്തിന്റെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടു.
അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഒരു കാര്യം തെളിഞ്ഞു. ഈ ക്ലാസ്സിൽ, അതായത് നമ്മുടെ ഈ സ്റ്റേജ് ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് അവിടെ ഇരുന്നാൽ ഈ പർട്ടിക്കുലർ ടോയ്ലറ്റ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു പരിശോധന നടത്തിയിട്ട് ആ കുട്ടികൾക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരെ സാക്ഷിയാക്കി കോടതിയിൽ കൊണ്ടുപോയതിനു ശേഷം ഈ സ്റ്റേജ് ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ആർക്കും തന്നെ ഈ ടോയ്ലറ്റിൽ നടക്കുന്നത് എന്താണെന്ന് കാണാൻ സാധിക്കില്ല എന്ന് പറയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ഒരു മോക്ക് ക്ലാസ് 5 കുട്ടികളെ കൊണ്ടിരുന്നിട്ട് ഒരു മോക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി ഈ കുട്ടികൾക്ക്, കാരണം 1.5 മീറ്റർ മാത്രമേ ദൂരമായി ഉള്ളന്നേ, ഈ ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ നിന്നാൽ കാണാൻ പറ്റും. അതുമല്ല ഈ സ്റ്റേജിന്റെ ഹൈറ്റ് കൂടുതലാണതുകൊണ്ട് മുകളിൽ നിന്നാണ് ഈ കുട്ടികൾ വീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ അദ്ദേഹം സാക്ഷിയാക്കിയതേ ഇല്ല. അഥവാ സാക്ഷി ആക്കിയിരുന്നു എങ്കിൽ അവിടെയും ഈ പത്മരാജന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമായി. നാം നേരത്തെ കണ്ടു അതിന്റെ വീതിയും നീളവും 98 സെന്റിമീറ്റർ, 1 മീറ്റർ കഷ്ടിച്ച് 1 മീറ്റർ നീളവും വീതിയുമുള്ള ഒരു ടോയ്ലറ്റ്. അതിന്റെ അടിയിൽ നമുക്ക് ഒരു ഇന്ത്യൻ ക്ലോസറ്റും വച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്യപ്പെടും. അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു പൈപ്പുണ്ട്. ഒരാൾക്ക് അത്യാവശ്യം അവിടെ നിൽക്കാം എന്നല്ലാതെ അവിടെ എങ്ങനെയാണ് മറ്റൊരു കുട്ടിയെയും കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ പീഡിപ്പിച്ചു എന്ന്, അഥവാ ഈ ടീച്ചേഴ്സിന്റെ ബാത്റൂം തന്നെ ആയിക്കോട്ടെ, അതിനകത്തും ഇത്തരത്തിൽ ഒരു പീഡനം നടത്താൻ ഒരു വ്യക്തിക്കും സാധ്യം. അപ്പോൾ ഇത്തരത്തിൽ ഒക്കെ ഉള്ള ഒരു പരിസരത്ത് വെച്ചിട്ട് ഈ ഇന്റർവൽ സമയത്ത് ഒരു കുട്ടിയെ ആർക്കും തന്നെ ഇനി അഥവാ കുട്ടി സമ്മതം കൊടുത്താൽ പോലും പീഡിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വളരെ സത്യമായ. ഞാൻ ഈ കേസ് കൂടുതൽ പഠിക്കും തോറും ഈ പത്മരാജന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും പരിതാപകരമായ അവസ്ഥയോർത്ത് എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ജുഡീഷ്യൽ സംവിധാനത്തിലുള്ള എൻ്റെ വിശ്വാസവും ദിനം പ്രതി നഷ്ടപ്പെട്ട് വരികയാണ്. നമ്മുടെ നാട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമ്മുടെ വരും തലമുറകൾക്ക് ഇവിടെ ജീവിതം അസാധ്യമായി മാറും. പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ ആയിട്ടുള്ള ഒരു ഭ്രാന്ത് പിടിച്ച കേരളമായിരിക്കും ഭാവിയിൽ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് ഒരു നഗ്ന സത്യം. ഇവിടെ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ പത്മരാജനെ ശിക്ഷിച്ചത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. എന്താണ് ആ ശാസ്ത്രീയ തെളിവുകൾ? ആ തെളിവുകളെ, ഈ കോടതി പറഞ്ഞ ആ തെളിവുകളെ ഞാൻ ഇവിടെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോകൾ കൊള്ളേണ്ടിടത്ത് പോയി കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോകൾക്കെതിരെ വളരെ വലിയ തോതിലുള്ള റിപ്പോർട്ടിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും വേണം. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച രീതിക്കുള്ള ഫലം ഈ വീഡിയോകൾ കണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകരിക്കും എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.